കാവിൽ നഗർ റെസിഡൻസ് അസോസിയേഷൻ 2026 ഓണം ആഘോഷവും കുടുംബസംഗമവും നടത്തുകയുണ്ടായി. രാവിലെ അത്തപ്പൂക്കളം ഒരുക്കൽ, കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ, തുടർന്ന് ഓണസദ്യയും നടന്നു. വൈകുന്നേരം നടന്ന സമാപന സമ്മേളനങ്ങളുടെ ഉദ്ഘാടനം പ്രശസ്ത എഴുത്തുകാരൻ കൃഷ്ണ പൂജപ്പുര നിർവഹിച്ചു. വാർഡ് കൗൺസിലർ ശ്രീമതി സൂര്യ VS ആശംസാ പ്രസംഗം നടത്തി. സിനിമാ സീരിയൽ താരം ശ്രീമതി കാലടി ഓമന വിജയികൾക്കുള്ള സമ്മാന വിതരണം നിർവഹിച്ചു. സീരിയൽ താരം ബേബി അഷിത നന്ദി പറഞ്ഞു. ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് താരം ശിവമുരളിയും സംഘവും കോമഡി പ്രോഗ്രാം അവതരിപ്പിച്ചു. തുടർന്ന് ലക്കി കൂപ്പൺ വിജയികൾക്കായുള്ള വമ്പൻ സമ്മാനങ്ങളുടെ വിതരണം നടക്കുകയുണ്ടായി. നമ്മുടെ എല്ലാ കുടുംബാംഗങ്ങളും ഒന്നിച്ച് നമുക്ക് എല്ലാ കുട്ടികളുടെ നല്ല മത്സരങ്ങളായിരുന്നു. എല്ലാ കുട്ടികളും അവരുടെ കഴിവിനനുസരിച്ച് സ്റ്റേജിലൊക്കെ ആടി തീർത്തു. അതാണ് നമ്മൾ പറയേണ്ടത്. ചിത്രരചന മത്സരം, നമ്മുടെ കുടുംബങ്ങളുടെ അംഗങ്ങളുടെ ചിത്രരചന മത്സരം ഇവിടെ നടന്നിവിടെയാണ്. 36 കുട്ടികളാണ് നമ്മുടെ ഇവിടെ നിന്ന് കലാമത്സരത്തിൽ പങ്കെടുക്കാൻ വന്നത്. 36 കുട്ടികൾ ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും, സഹോദരി സഹോദരൻ അമ്മമാരെല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു 3ാമത്തെ ഡയറക്ടറി ഇറക്കാനുള്ള ശ്രമത്തിലാണ്. അത് കഴിഞ്ഞാൽ അടുത്ത് ഉടനെ വരുന്നതാണ് ക്രിസ്മസാണ്. ക്രിസ്മസിന് കഴിഞ്ഞ കൊല്ലം നമ്മൾ എല്ലാ അംഗങ്ങൾക്കും ഒരു ക്രിസ്മസ് സമ്മാനമായിട്ടൊരു കേക്ക് കൊടുത്തു. ഇത്തവണയും അത് ഉണ്ടാവുമെന്നാണ് അതിൻ്റെ സ്പോൺസർ നമ്മൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റീസ് ദിനംപ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ആളുകളുടെ സഹകരണം വർദ്ധിച്ചിരിക്കുന്നു. അവരിൽ നമ്മളുടെ വിശ്വാസം അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ കയ്യിൽ എന്തോ ഒരു കഴിവുണ്ട്. നമ്മുടെ പ്രകൃതിയാവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങോട്ട് അയച്ചത് ഈശ്വരനാകട്ടെ, ആരായാലും നമുക്ക് എന്തെങ്കിലും ഒരു കഴിവ്, അത് നമുക്കറിഞ്ഞുകൂടാ. എന്തോ ഒരു കഴിവുണ്ട്, അത് നമുക്കറിഞ്ഞുകൂടാത്ത സ്ഥലത്ത് നിന്നാണ് ആ വല്യമ്മയ്ക്ക് അപൂർവമായിട്ട് ഒരു സാഹചര്യം വന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞു 65 പേർ മത്സരിച്ച് പങ്കെടുത്തു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, എല്ലാവരുടെ കയ്യിലും ഒരു കഴിവുണ്ട്. ഇതൊരു കുടുംബയോഗമാണ്. കുടുംബ ബന്ധങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റാൻ അച്ഛനും അമ്മയും മക്കളും ഒരു 10 മിനിറ്റ്, ഞാൻ കൗൺസിലിങ്ങിൻ്റെ ആളൊന്നുമല്ല, 10 മിനിറ്റ് ഓരോ ദിവസവും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി. കുറച്ച് കാര്യങ്ങൾ രസകരമായിട്ട് സംസാരിക്കുകയും, എല്ലാവർക്കും പ്രശ്നമാണ്, അസുഖമുണ്ട്, സാമ്പത്തിക പ്രശ്നം, അതാണ് ഏറ്റവും ഭീകരം. മറ്റൊരുപാട് പ്രശ്നങ്ങൾ, ഈ സമ്മർദ്ദങ്ങളില്ലാത്ത ആൾക്കാരുമില്ല, അംബാനി മുതൽ എല്ലാവർക്കും ഉണ്ട്. അതിനിടയിൽ നമ്മുടെ ആശ്വാസം എന്ന് പറയുന്നത് കുടുംബമാണ്. അവിടെ നമ്മുടെ ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾക്കപ്പുറം മറ്റൊന്നുമില്ല. ആ ബന്ധം വലുതാകട്ടെ, അതുറയ്ക്കട്ടെ. നമ്മുടെ കുടുംബ യോഗങ്ങളിൽ സ്നേഹവും സാഹോദര്യവും ഒക്കെ വിരിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഇവിടെ പറഞ്ഞതുപോലെ കുറേ ദിവസങ്ങളായിട്ടുള്ളവരുടെ പ്രയത്നമാണ് ഇതിന് പിന്നിലുള്ളത്. അതിൽ ആദ്യമേ അവർക്ക് എൻ്റെ പേരിൽ ആശംസകൾ അറിയിക്കുകയാണ്. കാരണം അവർ രാവും പകലും ഞാൻ കാണാറുണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അവർക്ക് ആദ്യമേ, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എല്ലാവർക്കും ആദ്യമേ ആശംസകൾ അറിയിക്കുകയാണ്. എന്തു പറയാനാ, സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും സാഹോദര്യത്തിൻ്റെയും ഓണമാണ്. ഓണം ഇതങ്ങെത്തി, നാളെ കഴിഞ്ഞാൽ പിന്നെ ഉത്രാടപ്പാച്ചിലായി, ഓണമായി. പക്ഷേ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ, ഇങ്ങനത്തെ ഒരു കൂട്ടായ്മ, അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഓർമ്മയായിട്ട് നിൽക്കുന്ന ദിനങ്ങളാണ്. ഒരിക്കൽ കൂടെ ആശംസകൾ അറിയിക്കുന്നു. KNR ഫാമിലിയിലെ എല്ലാവർക്കും ഹൃദ്യമായ ഒരു ഓണാശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എനിക്ക് എങ്ങാണ്ട് ഒരു 3 വയസ്സെങ്ങാണ്ടുള്ളപ്പോഴാണ് എൻ്റെ അച്ഛനും അമ്മയും കൊല്ലത്തു നിന്ന് വന്ന് ഇവിടെ വാടകയ്ക്ക് താമസിച്ചത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇതുവഴി കടന്നു പോകുമ്പോഴും ഈ അമ്പലം, ഈ മയിലാടി കടവിലൊക്കെ ഒരു കുളിച്ച് തിമിർത്തിട്ടുണ്ട്, ഈ കടവും ഇതുമൊക്കെ. പക്ഷേ ഇത്രയും വർഷമായിട്ടും എനിക്ക് ദൈവം ഒരു പക്ഷേ കാത്തു വെച്ചിരുന്നത് ഇപ്പോഴായിരിക്കാം. എനിക്കൊരുപാട് സന്തോഷം തോന്നി. ഇതിൻ്റെ സംഘാടകരോട് ഞാൻ എൻ്റെ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ സ്നേഹിക്കുന്നവരെയും നമ്മളെ സഹായിച്ചവരെയും ഒന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാവിൽ നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ പങ്കാളിത്തത്തെ വളരെ സ്നേഹപൂർവ്വം സന്തോഷിക്കുകയാണ്. മുൻകാലങ്ങളിൽ നമുക്ക് ചെറിയൊരു കാർ ഷെഡിൽ വെച്ച് നടത്തിയ ഒരു പ്രോഗ്രാം വരെ ഈ അസോസിയേഷൻ ഉണ്ടായിരുന്നിട്ടുണ്ട്, വാർഷികം. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് വളരെ ആഘോഷപൂർവ്വം പൊതുജനങ്ങളെല്ലാവരെയും, അസോസിയേഷൻ മേലെ താമസിക്കുന്ന മുഴുവൻ പേരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ പരിപാടിയിൽ എല്ലാവിധ സപ്പോർട്ടും നൽകുകയാണ്. അതോടൊപ്പം കഴിഞ്ഞ വർഷം നടന്ന സമയത്ത് തന്നെ ഞാനൊരു തമാശ രൂപത്തിൽ പറഞ്ഞതാണ്, നമുക്ക് ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ പങ്കാളിത്തം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാനൊരു തമാശ രൂപത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. അതിപ്പം പ്രാവർത്തികമാക്കാൻ വേണ്ടി കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷം കൂടെ ഉണ്ട്. ഒരു തമാശയാണെങ്കിലും അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞതിൽ വലിയ സന്തോഷമാണ്.
വാഗമൺ സ്പൈസസ്. വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കീഴിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവശത്ത്. കശുവണ്ടി, കുരുമുളക്, ഗ്രാമ്പു, ഏലക്ക, പട്ട, കാഷ്യൂനട്ട്, നട്ട്സ്, ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണിൽ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു.